നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നു. ഇനിയും ഈ ഒരു മേഖല വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് പല വിധത്തിലുള്ള മനസ്സിൽ ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇനിയൊരു വർഷം പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം സ്വല്പം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വ്യക്തിത്വത്തിന് ചേരാത്ത പല കാര്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് നിരുപാധികം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുതിയ കരാർ ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുവാനുള്ള അവസരമുണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ എഴുതുവാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുമെങ്കിലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും പരീക്ഷണങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ ഏതു പ്രകാരത്തിലും നന്നാവുക. നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ട് നിയമസഹായം തേടുവാനും അന്തിമമായിട്ട് എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കാതെ തന്നെ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിലും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനം എന്നുള്ള നിലയിലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സന്തുഷ്ടിയൊക്കെ ഉണ്ടായിത്തീരും. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പലപ്പോഴും നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്തു തീർത്ത് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഉറക്കൊഴിച്ചുള്ള യാത്രയും അമിത വേഗതയുള്ള യാത്രയും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ചില ജോലിക്കാർക്കൊക്കെ തന്നെ യാത്രാക്ലേശങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്ന് തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്താൽ മതി എന്ന നിർദ്ദേശങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം വന്നു ചേരും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായുള്ള പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇനി മുതൽ അവർക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് അല്ലെങ്കിൽ പട്ടണത്തിൽ വീട് വാങ്ങിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും പണി ചെയ്തു വരുന്ന ഗൃഹം ഒരുപക്ഷെ 2026, 2027 പൂർത്തീകരിക്കുന്ന ഗൃഹമായിരിക്കാം. അങ്ങനെയുള്ളൊരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. വിതരണ വിപണന മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും. പലപ്പോഴും മാന്ദ്യമുണ്ടാകുമോ എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിൽ നിന്നും പിന്മാറി
വിറ്റുവരവുള്ള വിഭാഗം മാത്രം വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ജോലിയുടെ അവസരങ്ങൾ വന്നു ചേർന്നിരുന്നു. എന്നാൽ അതിനൊന്നും സാധ്യതകളുണ്ടായിരുന്നില്ല. ഇനി മുതൽ ഇങ്ങനെ സാഹചര്യങ്ങളും വിലയിരുത്തി ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരം താമസിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ വർഷം മനസ്സിൽ വിചാരിച്ചിരുന്നു. ഒരു രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകി. എന്നാൽ ആ രാജ്യത്തിൽ ഇനി മുതൽ വളർച്ചകൾ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ പദ്ധതി സമർപ്പണത്തിൽ വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അനുമതി കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ മറ്റ് രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരു ഭൂമി വാങ്ങിയാലോ എന്ന് തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗൃഹം വാങ്ങിക്കുക, രണ്ടും കൂടി അത്ര പണം ചെലവാക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് പകർച്ചവ്യാധികളും മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളും പിടിപെടുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ 4-5 ദിവസം അവധിയെടുക്കുവാനും എന്നാൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് വിഹഗവീക്ഷണം നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ വലിയ അധിക മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇനി മുതൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാനും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വ്യാപാര വ്യവസായ വിപണന മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടുന്നത് വഴി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ വളരെ ഹ്രസ്വകാലത്തേക്ക് മാത്രമായിട്ട് പണം സ്വരൂപിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും നിലനിൽപ്പ് എന്നുള്ള സങ്കല്പം, നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നതിനായിട്ട് ഒരുപക്ഷെ ഭൂമി പണയപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. അബദ്ധമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറി സുഹൃത്ത് സംഗമത്തിൽ പങ്കെടുക്കുവാനും സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്താൽ പലവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ജീവിതഗതിയിൽ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന കുറഞ്ഞു വരുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവിനാൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ചെറിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾ നടത്തുക വേണ്ടി വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും
അതിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. വർഷങ്ങളായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും അവരുടെ നിർദ്ദേശങ്ങളും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സ്ഥാപനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് അവലംബിക്കുവാൻ ഇടവരും. നിലവിലുള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനും ഒരു വിദേശ ഭാഷ പഠിക്കുവാനും അവസരമുണ്ടാകുന്നതിന് ചേരുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഇതിനനുസരിച്ചുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ജോലിയൊക്കെ 2026 ജൂൺ മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കുന്നതിന് ഉപകരിക്കും. സമത്വ ഭാവനയോടുകൂടിയതായിട്ടുള്ള ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരം വന്നു ചേരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശീലനക്കുറവിനാൽ മത്സര രംഗങ്ങളിൽ പരാജയപ്പെടുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പൂർണ്ണതയില്ലാത്ത കർമ്മ പദ്ധതികൾക്ക് മനസ്സിന് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടാകുന്നത് വഴി അന്തിമ നിമിഷത്തിൽ കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. അബദ്ധധാരണകൾ പലതുണ്ടാകുമെങ്കിൽ പോലും കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് വളരെ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും ചർച്ചകളും യാത്രകളൊക്കെ തന്നെ ഒരു പ്രാവശ്യത്തിൽ പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങൾക്കും 3-4 പ്രാവശ്യം ഈ ഒരു മാസത്തിന് വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് മാനസികമായിട്ടുള്ള സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് പ്രസ്ഥാനത്തിന്റെ ഗുണകരമായിട്ടുള്ള ഭാവി എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അതിശയോക്തി കലർന്ന ബന്ധുമിത്രാദികളുടെ സംസാര രീതിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രമേ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യാവൂ. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശം തേടിക്കൊണ്ട് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കും. വ്യാപാര വിപണന മേഖലകളിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുവാനിടവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ട് അവലംബിക്കുവാനും അതിന് അന്തിമമായിട്ട് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. കർമ്മപദ്ധതികളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും. മാനസികമായിട്ടുള്ള അവസ്ഥകൾക്ക് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാൻ സാധ്യത കാണുന്നു. വിദഗ്ധമായുള്ള ചികിത്സകളാൽ പല പ്രകാരത്തിലുള്ള അസുഖങ്ങൾക്കും കൃത്യമായുള്ള രീതിയിൽ ചികിത്സ വന്നു ചേരുവാനിടയുണ്ട്. നിരവധി ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് 2028-2029 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികളുടെ ഒരുപക്ഷെ സുഹൃത്ത് ഏറ്റെടുക്കുന്ന പദ്ധതികളായിരിക്കാം അതിന്റെ ഉപവിഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഇതിന് സുഹൃത്തിൽ നിന്ന് തന്നെ സാമ്പത്തികമായുള്ള സഹായം ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാ വിധത്തിലുള്ള മേൽനോട്ടം വഹിച്ചുകൊണ്ട് അതൊരു ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ആർജിക്കുവാനും ഇടയുണ്ട്.
പലപ്പോഴും ഈ ഒരു മാസത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. അതിലുപരി അച്ഛനമ്മമാരുടെ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും ആത്മസംയമനത്തോടുകൂടിയും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഇതാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.